നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് 2 വയസ്സുകാരിയുടെ മരണത്തിൽ അച്ഛനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. മുഹമ്മദ് ഫായിസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ ആരോപണമുയർത്തിയിരുന്നു. ഫായിസ് കുട്ടിയെ കഴുത്തുഞ്ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇന്നലെ ഫായിസിന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിരുന്നു. എടുത്തപ്പോൾ ഫോൺ കട്ടാക്കി. പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് കുട്ടി മരിച്ചെന്നാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതാണെന്ന് പറഞ്ഞു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടില്ല, കുട്ടിക്ക് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നില്ലേ ഇവിടെ നിന്ന് കൊണ്ടുപോയെന്ന് ചോദിച്ചു. ഉമ്മയുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ കൊന്നത്. കുട്ടിയെ അലമാരയിലേക്ക് ഉന്തിയിട്ടും കട്ടിലിൽ എറിഞ്ഞും അടിച്ചും കൊങ്ങയ്ക്ക് പിടിച്ചും ഞെക്കിയിട്ടുമാണ് കൊന്നിരിക്കുന്നത്. ഫായിസിന്റെ ഉമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കുകയായിരുന്നു മരിച്ച കുഞ്ഞിന്റെ അടുത്ത ബന്ധു പറഞ്ഞു. നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കുട്ടിയെയും ഉമ്മാനെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മരിച്ച കുട്ടിയുടെ ബന്ധു പറഞ്ഞു. പീഡനത്തിനെതിരെ ഫായിസിനെതിരെ കേസ് കൊടുത്തിരുന്നു. അതിന് എന്തായാലും അകത്തു പോകുമെന്ന ധാരണ വന്നപ്പോൾ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു വന്നു. കേസ് ഒഴിവാക്കില്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിയെ ഉപദ്രവിക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വിടാറില്ലായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് എന്തോ കാരണം പറഞ്ഞ് അവരെ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയതിനു ശേഷം എന്നും ഉപദ്രവിക്കുമായിരുന്നു. കുട്ടിയുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ ശരീരത്തിൽ പാടുകൾ കൊണ്ടു. കുട്ടിയെ എടുത്ത് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അവർ വിട്ടില്ല. ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പോലീസിൽ നേരത്തെയും പരാതി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. മലപ്പുറത്ത് കാളിക്കാവ് ഉദീരംപൊയിലാണ് സംഭവം. പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളുമാണ് പരാതി നൽകിയത്. ഇന്നലെയാണ് 2 വയസ്സുകാരി ഷഹബത്ത് മരിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഗുരുതര നിലയിലായിരുന്ന കുഞ്ഞിനെ ഫായിസ് ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയെ ആദ്യം കാളികാവ് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നായിരുന്നു പിതാവ് ഡോക്ടറിനോട് പറഞ്ഞിരുന്നത്. മരണകാരണത്തിൽ അവ്യക്തത തോന്നിയതിനാലാണ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിച്ചത്. കുട്ടിയെ പിതാവ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും അടിച്ചും എറിഞ്ഞും കൊലപ്പെടുത്തിയതാണെന്ന് മാതാവ് ആരോപിക്കുന്നു. കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നെന്നും ഇവർ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടെ പിതാവ് കടന്നു കളഞ്ഞതായും ആരോപണമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളുമാണ് രംഗത്തെത്തിയിട്ടുള്ളത്. കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദന പാടുകൾ ഏറ്റിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അച്ഛനെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.